ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നൊരു കാര്യം, ഒരു ചെയർ അൺബോക്സ് ചെയ്യുകയാണ്. ചെയർ എന്ന് പറയുമ്പോൾ ഇത്ര വലിയ സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ എനിക്കിതൊരു വലിയ സംഭവമാണ്. അത് സാധാ ചെയർ അല്ല, ഒരു ബാറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ചെയറാണ് ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത്. നമ്മുടെ പുറയിൽ ഈ കാണുന്ന ഐറ്റം തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇത് ഞാൻ മേടിക്കാനുള്ളൊരു കാരണമെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ഗെയിമിംഗ് ചെയർ ഉള്ളത് എല്ലാവർക്കും അറിയാം. അത് കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതായത് ചെയറിൽ തന്നെ ലൈറ്റ്സും അതിൻ്റെ ഒരുപാട് സെറ്റിംഗ് ഉള്ളൊരു മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഏകദേശം ഒരു 30,000 രൂപയോളം എനിക്ക് തോന്നുന്ന ചെയറിന് വിലയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ മേടിക്കുന്ന ഒരു രണ്ടാമത്തെ ചെയറാണ്. അതായത് നമ്മുടെ ഈ റൂമിൻ്റെ പർപ്പസിൽ, അതായത് ഈ ഓഫീസ് റൂമിൻ്റെ പർപ്പസിന് വേണ്ടി മേടിച്ചൊരു ചെയറാണ്. ശരിക്കും ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഈ ടേബിൾ ഞാൻ ഉണ്ടാക്കിച്ചപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, നോർമൽ ചെയർസ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഹൈറ്റേ കിട്ടത്തുള്ളൂ. അത് നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് നല്ല രീതിക്ക് വേണം. അങ്ങനെയാണെന്നുള്ള പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇരുന്ന് പ്രസൻറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെയർ മേടിച്ചിരിക്കുന്നത്. ഏകദേശം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ടുള്ള ഇതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. അപ്പോൾ നമുക്ക് ഏതായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ഒരു ബോക്സ് ഞാനൊന്ന് താഴെ വയ്ക്കാം. മേളിൽ വെച്ച് പണി നടത്തണ്ട, താഴെ വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, അങ്ങനെ നമ്മുടെ ബോക്സ് തുറന്നിരിക്കുകയാണ്. ഓരോന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഫസ്റ്റ് തന്നെ അതിൻ്റെ ബേസ് പ്ലേറ്റ് ആണ്. യെസ്, കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും, നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ബേസാണ് വരുന്നത്. ബേസിൽ റബ്ബറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഐറ്റം. ഇതിൻ്റെ മേളിലോട്ട് ഏതായാലും വെച്ച് പോവാം. ഇനി അടുത്ത് വരുന്നത്, യെസ്, ഇതിപ്പോൾ ഏതായാലും നമുക്ക് കാണുമ്പോഴേ അറിയാം, ആ സീറ്റാണ്. സീറ്റും കൂടെ നമുക്കൊന്ന് അഴിക്കാം. ബ്ലാക്ക് കളർ തന്നെ ഞാൻ ഷൂട്ട് ചെയ്യിച്ചതാണ്. ഇതിൻ്റെ താഴെ മാത്രം ഫോമും ബാക്കി ഫുള്ള് ഹാർഡ് പ്ലാസ്റ്റിക്കാണ്. ഹാർഡ് പ്ലാസ്റ്റിക്. ഇവിടെ താഴത്തെ ഫുള്ള് സ്ക്രൂസ് നമുക്ക് കാണാം. ഇപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ സീറ്റ് ഒന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ജാനുവരി 2024 പ്രൊഡക്ഷനാണ്. ഓക്കെ, അപ്പോൾ സീറ്റ് ഞാൻ ഇങ്ങോട്ട് മാറ്റി. ഇനി വാട്ട് നെക്സ്റ്റ്? അടുത്ത ഇതിൻ്റെ ബേസാണ് വരുന്നത്. അതായത് ബേസിൻ്റെ മേളിൽ വരുന്ന പോർഷനാണ് വരുന്നത്. യെസ്, അടുത്ത് വരുന്ന പോർഷനാണിത്. ഇതെനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ കാലൊക്കെ വെക്കാൻ പറ്റുന്നത്, കാല് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു പീസാണ്. ബാക്കി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ബാക്കി ഇതിൻ്റെ സാധനം ഇനിയും കിടക്കുന്നേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു എന്നാ പറയുന്നത്, ഹൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു സപ്പോർട്ടിങ് ലിവർ മാത്രമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ ലാസ്റ്റ് ഐറ്റം വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹൈഡ്രോളിക് ടൈപ്പ് ഷോക്ക്. അതായത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റമാണിത്. റിമൂവ് ദിസ് സെക്യൂരിറ്റി ക്യാപ്പ് എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിമൂവ് ദിസ് സെക്യൂരിറ്റി ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ നമ്മുടെ ഈ ബോക്സിൽ വരുന്നത്. പിന്നെ ഒരു മാനുവലും വരുന്നുണ്ട്. ഈ മാനുവലിനകത്ത് അസംബിൾ മാനുവലാണ്. ശരിക്കും നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് അസംബിൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ബുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏതൊരു കാര്യം അതുപോലെ തന്നെയാണ് ഇതും. അതുപോലെ തന്നെ സ്ക്രൂസും ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ സ്ക്രൂ ഇതിനകത്ത് എവിടെയോ ഉണ്ട്. സ്ക്രൂ എനിക്ക് തോന്നുന്നു സ്ക്രൂ ഓൾറെഡി ഫിറ്റഡ് ഇൻ ടു അണ്ടർ സീറ്റ്. ഓക്കെ, അത് വ്യക്തമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, സ്ക്രൂ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയത് വെറുതെ സ്ക്രൂ നോക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് അഴിച്ച് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതഴിച്ച് മാറ്റുക. റിമൂവ് ദ സെക്യൂരിറ്റി ക്യാപ്പ്. ഫസ്റ്റ് റിമൂവ് ദ ക്യാപ്പ് കെയർഫുള്ളി, ത്രോ ഇറ്റ് ഇൻ ടു ദ ട്രാഷിൽ കളയുക. ഓക്കെ, അപ്പോൾ അത് തന്നെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ജസ്റ്റ് ഇത് ഫിക്സ് ചെയ്ത് നേരെ ഇതിനകത്തോട്ട് ഇറക്കി വെച്ചാൽ മതി. അതായത് ഈ ഒരു പോർഷനിലോട്ട് ഇത് നേരെ ഇങ്ങനെ ഇറക്കി വയ്ക്കുക. കേട്ടോ, വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ഇറക്കി വയ്ക്കുക. ഞാനിത് ഒന്നുകൂടി ഇവിടെ തന്നെ വയ്ക്കുകയാണ്. എന്നിട്ട് ഇത് നേരെ അതിലോട്ട് ഇറക്കി വയ്ക്കുകയാണ്. അതായത് ഈ ഒരു പോർഷനിലോട്ട് സ്ട്രൈറ്റ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ഒരു പോർഷനിലോട്ട് ഇത് നേരെ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, യെസ്, അത് ഇൻസേർട്ടായി. അത് ഇൻസേർട്ടായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാണുന്ന ഈ ഒരു ബട്ടൺ കണ്ടോ, ഈ ഒരു ബട്ടണിലോട്ട് പ്രസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഹൈറ്റ് ഇൻക്രീസും ഡിക്രീസും ചെയ്യുന്നത്. ഞാനൊന്ന് പ്രസ് ചെയ്ത് നോക്കട്ടെ. കണ്ടോ, പൊങ്ങി വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഹൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഇത്രയും പൊക്കം ഇല്ലായിരുന്നു. ഇതിപ്പോൾ പ്രസ് ചെയ്തപ്പോഴാണ് ഇത്ര ഹൈറ്റ് വന്നത്. ഇനി ഞാനൊന്ന് താക്കട്ടെ. ഒരു ഫോഴ്സ് കൊടുക്കാതെ ഒരിക്കലും താഴത്തില്ല. നോർമൽ ഫോഴ്സിൽ താഴാൻ പാടാം. നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ പൊക്കിയാൽ ആ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇത് താഴത്തുള്ളൂ. ഏതായാലും ഇവന് ഇത്ര പൊക്കം വന്നിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഈ ബോക്സ് ഒന്ന് മാറ്റുകയാണ്. ഇത് നമുക്ക് ഇങ്ങോട്ടൊന്ന് വയ്ക്കാം. ഓക്കെ,
അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്താണ് നമുക്ക് ഈ സീറ്റ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സീറ്റ് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊന്ന് അഴിച്ച് വെച്ചും ഇവിടെയാണ് സ്ക്രൂസ് എല്ലാം വരുന്നത്. ഇപ്പം ജസ്റ്റ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പൊക്കി എടുത്താൽ മാത്രം മതിയായിരുന്നു. ഈ കൊടുത്തിരിക്കുന്ന സ്ഥലത്താണ് നമുക്ക് ആ സ്ക്രൂസ് എല്ലാം ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, ഏതൊരു പൊസിഷനിലാണ് ഇത് വരേണ്ടതെന്നുള്ളത്. കണ്ടോ, ഒരു പൊസിഷൻ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ സീറ്റിലോട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ട അതിൽ ഏതൊക്കെ സ്ക്രൂ അഴിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന രീതി വെച്ച് നമുക്ക് 1, 2, 3, 4 ഈ 4 സ്ക്രൂസ് അഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് ഫിറ്റ് ചെയ്ത് സ്ക്രൂ ചെയ്യാൻ സാധിക്കും. ഏതായാലും അതും കൂടെ പെട്ടെന്നൊന്ന് ചെയ്യാം. ഓക്കെ, ഈ ഒരു ആരോ മാർക്ക് താഴോട്ടാണ്, അതായത് സീറ്റിന് താഴോട്ട് വരുന്ന രീതിക്ക് വേണം ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ. നമ്മൾ കുറച്ചൊരു ഐഡിയയും കൂടെ യൂസ് ചെയ്തോണം, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ഇരിക്കുന്ന സമയത്ത് കാല് വെക്കുന്ന രീതിക്ക്, അതായത് ഈ ഒരു പൊസിഷൻ മാറത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി കറക്റ്റായിട്ട് അത് വെച്ച് ഞാനൊന്ന് സ്ക്രൂ ചെയ്യാണ് 4 കൂടെ. ഓക്കെ, അങ്ങനെ ഇപ്പോൾ 4 സ്ക്രൂസും 1, 2, 3, 4 സ്ക്രൂവും കൂടെ ഫിറ്റ് ചെയ്തു. അപ്പം ഈ ഒരു ഭാഗം നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു സീറ്റും കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് അങ്ങ് സെറ്റ് ചെയ്യുകയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് ഇറക്കി അങ്ങോട്ട് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇത് പൊക്കം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാം. യെസ്, ഇപ്പോൾ കറക്റ്റ് കയറിയിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ലിവർ പൊക്കിക്കഴിഞ്ഞാൽ യെസ് താഴെ. അപ്പം ഇപ്പോൾ ഏകദേശം എനിക്ക് ഇതിൻ്റെ ഒരു ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അതായത് എനിക്ക് പൊക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈറ്റ് പോരാ, യെസ് ഈ ഒരു ഹൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് പക്കയായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. ഇതാണ് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത്, ഇതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ചെയർ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. അത്യാവശ്യം നന്നായിട്ട് ചാരി ഇരിക്കാനും പറ്റും. ബാക്കി ഓവറോൾ ഓക്കെ ആണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഏകദേശം ഇതിൻ്റെ ലെങ്തും കാര്യങ്ങളൊക്കെ ഞാനിവിടെ താഴെ കൊടുത്തേക്കാം. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഞാനത് ശരിക്കും പറഞ്ഞാൽ അളന്നെടുത്ത് നോക്കി ആ ഒരു ഹൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഏതായാലും എനിക്ക് ഓക്കെയാണ്. ബാക്കിൽ നമുക്ക് സപ്പോർട്ടാണെങ്കിലും പക്കയാണ്, കാരണം അത്യാവശ്യം നന്നായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഒരു കുറവ് പറയാനാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ചെയറിന് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എന്നാലും ഒരു വീലും കൂടെ വരികയായിരുന്നെങ്കിൽ ഉരുട്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ കുറച്ചുകൂടെ എളുപ്പമായെന്ന് തോന്നി. പക്ഷേ ഈ ഒരു മോഡലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റില്ലായിട്ട് തന്നെ നിൽക്കാനുള്ളൊരു മോഡൽസാണ്. അതുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് വരാത്ത എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഇത് കണ്ടുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നത്. എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തേക്കുക. ഈ പ്രോഡക്റ്റ് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആമസോണിലെ പ്രോഡക്റ്റ് ലിങ്കും കൂടെ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടോളാം.